നമസ്കാരം. ഇന്നൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ചിലപ്പതികാരം എന്ന കൃതികൾ ഇളങ്കോ അടികളാണ് എഴുതിയത്. തമിഴ് സാഹിത്യത്തിൻ്റെ മഹനീയതയ്ക്ക് തെളിവായ മഹാകാവ്യമാണ് ചിലപ്പതികാരം. ചിലമ്പിനെക്കുറിച്ചുള്ള കാവ്യം എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. വിഖ്യാതനായിരുന്ന ചേര രാജാവ് നെടുംചേരലാതൻ്റെ ഇളയ മകൻ ഇളങ്കോ അടികളാണ് ഇത് രചിച്ചത്. ചെറുപ്പത്തിൽ തന്നെ സന്യാസം സ്വീകരിച്ച രാജകുമാരനായിരുന്നു ഇളങ്കോ. സഹോദരനായ ചെങ്കുട്ടവൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത രാജ്യമായ പാണ്ഡ്യനാട്ടിലെ രാജാവ് ഒരു ചിലമ്പു മോഷണത്തിൻ്റെ പേരിൽ നിരപരാധിയായ ഒരാളെ വധിച്ചത്. അത് കണ്ണകി എന്ന ശ്രീരത്നത്തിൻ്റെ ഭർത്താവ് കോവിലനായിരുന്നു. കണ്ണകിയുടെ കോപം പാണ്ഡ്യനാട്ടിൽ നാശം വിതറി. ഒടുവിൽ അവൾ ഭർത്താവിനെ ഓർത്ത് കരഞ്ഞ് ചേരനാട്ടിലെത്തി സ്വർഗം പൂകി. ഇതറിഞ്ഞ ചേരരാജൻ ചെങ്കുട്ടവനും സഹോദരൻ ഇളങ്കോ അടികളും കണ്ണകിയെ സ്തുതിച്ച് കണ്ണകിയെക്കുറിച്ചുള്ള ഇളങ്കോ ചിലപ്പതികാരം എന്ന കൃതി രചിക്കുകയും ചെയ്തിരുന്നു. കോവിലൻ്റെ പുത്രിയായ മണിമേഖലയുടെ ജീവിതം കൃതിയാക്കി AD 2-ാം നൂറ്റാണ്ടിൽ സാത്തനാർ എന്ന ആൾ ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ചിലപ്പതികാരത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ ചുരുക്കം കാവേരി പൂപട്ടണം വാണിജ്യ കേന്ദ്രമാണ്. ചോളരാജ്യം തലസ്ഥാനവും കപ്പൽ മാർഗവും മൃഗങ്ങളുടെ പുറത്തും വാണിജ്യ സാധനങ്ങൾ വന്നുപോയിക്കൊണ്ടിരുന്ന പട്ടണത്തിൽ തിരക്കോട് തിരക്കാണ്. അവിടെയുള്ള 2 സമ്പന്നരായ വ്യാപാരികളുടെ കുടുംബങ്ങൾ വിവാഹത്തിലൂടെ ഒന്നിക്കപ്പെട്ടു. വരൻ്റെ പേര് കോവിലൻ, യുവസുന്ദരൻ, കഴിവുറ്റവൻ. വധു കണ്ണകി, സ്വർഗത്തിൻ്റെ നിറമുള്ള ഒരു ശാലിനിയായ പെൺകുട്ടി. അവരുടെ കുടുംബജീവിതം സ്വർഗതുല്യമായിരുന്നു. പണം, പ്രതാപം, സൗന്ദര്യം, സദ്ഗുണങ്ങൾ ഇവയെല്ലാം ആ ദമ്പതികളിൽ ആവോളമുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ ദാനധർമ്മങ്ങളിലും അവർ മുൻപിലായിരുന്നു. എന്നിട്ടും ഭാഗ്യം അധികനാൾ നീണ്ടുനിന്നില്ല. മാധവി എന്നൊരു പിഴച്ച സ്ത്രീ അവരുടെ കുടുംബജീവിതം തകർത്തു. തൻ്റെ സൗന്ദര്യം കൊണ്ടും നൃത്ത സംഗീതങ്ങൾ കൊണ്ടും പണക്കാരായ പുരുഷന്മാരെ വലവീശിപ്പിടിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു മാധവി. അവളുടെ വലയിൽ കോവിലനും പെട്ടുപോയി. പാപം കണ്ണകിയെ മറന്ന് പണമെല്ലാം ദൂർത്തടിച്ച് കോവിലൻ മാധവിയുടെ വീട്ടിൽ കൂടി. ഒടുവിൽ പണമെല്ലാം കാലിയായപ്പോൾ അയാൾ മാധവിയുടെ അടുക്കൽ നിന്നും ധർമ്മപത്നിയായ കണ്ണകിയുടെ അടുത്തേക്ക് മടങ്ങി വന്നു. മാധവിയിൽ കോവിലനുണ്ടായ മകളാണ് മണിമേഖല. കണ്ണകി ഭർത്താവിനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അവൾ നന്നേ ക്ഷീണിച്ചു പോയിരുന്നു. ഇത്രനാളും ആരോടും പറയാതെ തൻ്റെ ദുഃഖങ്ങൾ കടിച്ചമർത്തുകയായിരുന്നു ആ പുണ്യവതി. കോവിലൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. അതറിഞ്ഞ കണ്ണകി തൻ്റെ കാലിലെ ചിലമ്പുകൾ വിറ്റ് പണമുണ്ടാക്കാമെന്ന് നിർദ്ദേശിച്ചു. അത് വിൽക്കാനായി അവർ മധുരയിലേക്ക് പോയി. മധുര വളരെ ദൂരെയാണ്. ദുരിതം നിറഞ്ഞ യാത്ര കൊണ്ട് കണ്ണകി അവശയായിപ്പോയി. ഒടുവിൽ മധുരയിലെത്തിയപ്പോൾ കണ്ണകിയെ ഒരു വീട്ടിലാക്കി ഒരു ചിലമ്പും വാങ്ങി കോവിലൻ തട്ടാനെ കാണുവാൻ പോയി. അത് തൻ്റെ അവസാന യാത്രയാണെന്ന് കോവിലൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. പാണ്ഡ്യ രാജ്യത്തെ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ച ഒരു തട്ടാനെയാണ് കോവിലൻ ചെന്നു കണ്ടത്. രാജ്ഞിയുടെ ചിലമ്പ് പോലെയുള്ള ചിലമ്പുമായി വന്ന കോവിലൻ കള്ളനാണെന്നയാൾ പാണ്ഡ്യരാജനെ അറിയിച്ചു. രാജകിങ്കരന്മാർ കോവിലനെ കൊന്ന് ചിലമ്പുമായി കൊട്ടാരത്തിലെത്തി. ഭർത്താവിൻ്റെ മരണവാർത്ത കണ്ണകി അറിഞ്ഞു. അവൾ അലറി തലതല്ലിക്കരഞ്ഞു. പിന്നെ മുടിയഴിച്ച് പാഞ്ഞ് കൊട്ടാരത്തിലെത്തി. രാജ്ഞിയുടെ ചിലമ്പിനുള്ളിൽ മുത്തായിരുന്നുവെന്ന് രാജാവ് പറഞ്ഞതോടെ കണ്ണകി തൻ്റെ ചിലമ്പ് എറിഞ്ഞുടച്ചു. അതിൽ നിന്നും രത്നങ്ങൾ 4 പാടും ചിതറി. അത് കണ്ണകിയുടെ ചിലമ്പ് തന്നെ. നിരപരാധിയെ കൊന്നു എന്ന കുറ്റബോധം താങ്ങാനാവാതെ ഞെട്ടലിൽ പാണ്ഡ്യരാജൻ മരിച്ചു. അത് കണ്ട് രാജ്ഞിയും മരിച്ചു. ഇതുകൊണ്ടൊന്നും കണ്ണകിയുടെ ദുഃഖവും കോപവും അടങ്ങിയില്ല. അവൾ തൻ്റെ ഒരു മുല പറിച്ചെടുത്ത് പറിച്ചെറിഞ്ഞു. മധുരാനഗരത്തിനപ്പോൾ തീ പിടിച്ചു. സത്യസന്ധരും പശുക്കളും മാത്രം ശേഷിച്ചു. കണ്ണകി 14 ദിവസം കരഞ്ഞു നടന്നു. ഒടുവിൽ അവൾ ചേരനാട്ടിലെത്തി. അവിടെ വെച്ച് കോവിലൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് ആ മഹതിയെ സ്വർഗത്തിലെത്തിച്ചു. ചേരരാജാവ് ചെങ്കുട്ടവൻ ആർഭാടപൂർവ്വം ഹിമാലയം വരെ പോയി ശിലകൾ കൊണ്ടുവന്ന് കണ്ണകി ദേവിയുടെ ഒരു പ്രതിമ തീർത്തു. ദേവി ചേരനാടിന് ഐശ്വര്യം നൽകി. ഇതാണ് കണ്ണകിയും കോവിലനും തമ്മിലുള്ള കഥയുടെ ചുരുക്കം.
ചിലപ്പതികാരം എന്ന ഈ മഹാകാവ്യത്തിൻ്റെ രത്നച്ചുരുക്കം ഇത്രമാത്രം. നന്ദി, നമസ്കാരം.